ഇനി നമുക്ക് ഖണ്ഡഗതിയാണ് പരിചയപ്പെടാനുള്ളത്, അല്ലെങ്കിൽ കാകളി ഘടന എന്നും പറയാം. ഐമാത്ര ഗണങ്ങളാണ് കാകളിയുടെ ആത്മാവ്. മാത്ര 5, അക്ഷരം 3 എന്നാണ് AR കാകളിക്ക് ലക്ഷണം പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇത് അക്ഷരം 3 എന്നത് 4 5 ആയി വരാം. അപ്പോൾ മിശ്രകാകളി എന്നോ കളകാഞ്ചി എന്നോ പരിയസ്ഥ കാഞ്ചി എന്നോ പല പേരുകളിൽ വൃത്തമഞ്ജരീകാരൻ ലക്ഷണ സമേതമായി ഈ വൃത്തങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5 അക്ഷരം കൊണ്ട്, 5 ലഘു അക്ഷരങ്ങൾ കൊണ്ട് കാകളി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഐമാത്ര ഗണഘടന നിർമ്മിച്ചെടുക്കുന്ന രൂപമാണ് ശുകതരുണി ജനമണിയു മണിമകൂട്ട സകല ശുക കുല വിമല്ല തിലകി തകളേ വരെ എന്നിടത്തൊക്കെ കാണുന്നത്. 4 അക്ഷരം കൊണ്ട് പല രീതിയിലാവാം. വായ്ത്താരി പറയുകയാണെങ്കിൽ ധിം തക്കിട്ട രാത്രി മഴ പോലെ, തധിം തക എന്ന പോലെ, പിറന്നത് എന്ന വാക്ക് ഉച്ചരിക്കുന്നത് പോലെ, തകധിം പറയുന്ന, തകതധിം പറയണം. 3 അക്ഷര മാതൃകകൾ ധീം ധീം ത പാടുന്ന, കാരണം ധീം തധീം, തധീം ധീം, തഗണം എന്ന് വിളിക്കുന്ന, യഗണം എന്ന് വിളിക്കുന്ന, രഗണം എന്ന് വിളിക്കുന്ന, അങ്ങനെ 3 മാതൃക. ഇങ്ങനെ 3 അക്ഷരം കൊണ്ടും 4 അക്ഷരം കൊണ്ടും 5 അക്ഷരം കൊണ്ടും ഐമാത്ര ഗണങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കാകളി എന്ന വൃത്തമാതൃക നിർമ്മിക്കാം. തക തക്കിട്ട എന്ന ഒരു വായ്ത്താരി ഈ വരികൾക്കൊപ്പം വരുന്നില്ലേ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. 1 2 3 4 തക തക്കിട്ട 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 തത്വം. ശുക കുല വിമല തിലകിത കളേബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര. മാർഗെ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശഠ. നോക്കെട നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശഠ. ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പ നിനക്കെടാ തോന്നുവാൻ എന്തെടാ സംഗതി. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കനകമണി നിറമുടയ കമലമതു കണ്ടു. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കനകമണി നിറമുടയ കമലമതു കണ്ടു. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം. വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ
പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഐമാത്ര ഗണങ്ങളുടെ വിന്യാസത്തിൻ്റെ വിവിധ മാതൃകകളാണ് നമ്മൾ കണ്ടത്. 3 അക്ഷരങ്ങൾ കൊണ്ട്, അതായത് 2 ഗുരു 1 ലഘു, ഇത് പലതരത്തിൽ ചേർത്ത് 3 മാതൃകകളും ഭാഷാവൃത്തത്തിലും സംസ്കൃതവൃത്തത്തിലും സുലഭമാണ്. യകാരങ്ങൾ അല്ലെങ്കിൽ ആദ്യ അക്ഷരം ലഘു, പിന്നെ 2 ഗുരു, ധിം ധിം എന്ന രീതിയിൽ 5 മാത്ര നിർമ്മിക്കുന്നതാണ് ഭുജംഗപ്രയാതം എന്ന വൃത്തത്തിൻ്റെ ഘടന. 7ാം ക്ലാസ്സിൽ ജി കുമാരപിള്ളയുടെ ഇലകൾ എന്നൊരു കവിത ഈ മാതൃകയിൽ രചിക്കപ്പെട്ടതാണെന്ന് കാണാം. തക തകിട 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 തത്തോം. തക തകിട തക തകിട തക തകിട തത്തോം. തക തകിട തത്തോം. തക തകിട തത്തോം. തക തകിട 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 തത്തോം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടോരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുരുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. ഇതുപോലെ ആദ്യ 2 അക്ഷരങ്ങൾ ഗുരുവും അവസാനം ലഘു തഗണം അല്ലെങ്കിൽ മധ്യത്തിൽ ലഘു വരുന്ന രഗണം, ഈ തായും രായും തരം പോലെ ചേർത്താണ് മിക്കവാറും കാകളി എന്ന വൃത്തം നിർമ്മിക്കപ്പെടുന്നത്. എഴുത്തച്ഛൻ്റെ കാകളികളായാലും കുഞ്ചൻ നമ്പ്യാരുടെ കാകളികളായാലും ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന കാകളികളും അധികം തഗണവും രഗണവും മധ്യത്തിലോ അവസാനത്തിലോ ലഘു വരുന്ന മാതൃകയാണ് പൊതുവെ പിൻപറ്റുന്നത് എന്ന് കാണാം. ഇനി പരിശോധിക്കേണ്ടത് കാകളിയുടെ ഊന മാതൃകകളാണ്. നമ്മൾ നേരത്തെ കേട്ട പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന വരിയിൽ 4ാമത്തെ ഗണം പോലും ഊനമുള്ളതാണ്. ആദ്യ 3 ഗണങ്ങളിൽ 5 മാത്ര തികച്ചുണ്ട്. എന്നാൽ 4ാമത്തെ ഗണത്തിലാകട്ടെ 2 ഗുരു അക്ഷരങ്ങൾ, അതായത് 4 മാത്ര മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. അവിടെ 1 മാത്ര ഊനമാണ്. 1ലധികം മാത്രകളുടെ ഊനങ്ങളുള്ള വരികളും കാകളി ഗണഘടനയിൽ സമൃദ്ധമായി നമുക്ക് കാണാനാവും. 2 മാത്ര ഊനമുള്ള ഒരു മാതൃക കേൾക്കാം. 1 2 3 4 തക തകിട തക തകിട തക തകിട ധീം ധീം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മാരകാകളി എന്ന പ്രസിദ്ധമായ വൃത്തം കാകളിയുടെ മറ്റൊരു ഊന മാതൃകയാണ്.
പക്ഷേ കുറയുന്നത് കുറേയേറെ അക്ഷരങ്ങളോ കുറേയേറെ മാത്രകളോ ആണ്. നോക്കെടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാ ശഠ എന്നതിൽ മർക്കടാ നീയങ്ങു മാറ് എന്ന് കഴിഞ്ഞ ബാക്കി എല്ലാ അക്ഷരങ്ങളും ഊനം, ബാക്കി എല്ലാ മാത്രകളും ഊനം. ഇത് വളരെയേറെ പ്രസിദ്ധമായ ആധുനിക കാലഘട്ടത്തിലും കവികൾ സമൃദ്ധമായി ഉപയോഗിക്കുന്ന ഒരു വൃത്ത മാതൃകയാണ്. ഇതാണ് ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവും ഒരു പാപം എന്ന സുഗതകുമാരി ടീച്ചറുടെ പ്രസിദ്ധമായ കവിതയിൽ, 12 മക്കളെ പെറ്റൊരമ്മേ എന്ന കവിതയിൽ, ഇനിയും മരിക്കാത്ത ഭൂമി എന്ന കവിതയിൽ തുടങ്ങി നിരവധി കവിതകളിൽ ആധുനിക കാലഘട്ടത്തിലും കവികൾ ഉപയോഗിക്കുന്ന ഒരു വൃത്ത മാതൃകയാണ് കാകളിയുടെ ഈ ഊനമാതൃക, അല്ലെങ്കിൽ മാരകാകളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൃത്ത ഘടന. കാകളിയുടെ അനാഗത മാതൃകയാണ് പാനയുടെ വൃത്തം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ എന്നത്. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന് 4 തക്ക തക്കിട്ടകൾ നിൽക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഒരു തക തള്ളിയാൽ തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന് മാത്രകളുടെ വിന്യാസം വരുന്ന ഒരു മാതൃക. ഈ പാനാവൃത്തത്തിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത, ശ്രീ പി മധുസൂദനന്റെ കവിതയാണ്. ആ കവിത രചിക്കപ്പെട്ടിട്ടുള്ളത്. തകിട തക്ക തക്കിട്ട തക്ക തക്കിട്ട തദ്ധിം തക തകിട തദ്ധിം തകിട തക തകിട തക തകിട തദ്ധിം തകിട തക തകിട തക തകിട തദ്ധിം. പൊൻവെയിലിൽ കുറുത്ത മുക്കുറ്റികൾ, പൂനിലാവൂന്നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തുലാലിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനീർമലരുകൾ. രാത്രി പെറ്റ കുറുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താറുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. ഈ പാനാവൃത്തത്തിനും ഊനമാതൃകകളുണ്ട്, ഇരട്ടിപ്പ് മാതൃകകളുമുണ്ട്. പാനാവൃത്തത്തിൽ അന്ത്യത്തിൽ ഊനം വരുത്തിയ ഒരു മാതൃകയാണ് ശ്രീ ONV കുറുപ്പിന്റെ എന്നും ഈ യാത്ര എന്ന കവിത. എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു. എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു. ആദിയിൽ അന്തമില്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞു കേറുമ്പോൾ
ആദിയിൽ അന്തമില്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞു കേറുമ്പോൾ. എന്റെയുള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിനെന്തൊരു വീര്യം. എന്റെയുള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിനെന്തൊരു വീര്യം. ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയിർത്തെഴുന്നേൽക്കുന്നി തെന്നിൽ. ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയിർത്തെഴുന്നേൽക്കുന്നി തെന്നിൽ.